എപ്പോഴാണ് തിമിരത്തിന് ഓപ്പറേഷൻ ചെയ്യേണ്ടതെന്ന് പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ്. തിമിരം കണ്ടുപിടിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ, അതായത് തിമിരം നമ്മുടെ കാഴ്ചയെ കുറച്ചെങ്കിലും അത് കുറയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഓപ്പറേഷൻ ചെയ്താണ് ഏറ്റവും നല്ലത്. കാരണം എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീഹരി, കൺസൾട്ടന്റ് ഒഫ്താൽമോളജിസ്റ്റ് ആണ്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കോട്ടയം. കാറ്ററാക്ട് അല്ലെങ്കിൽ തിമിരത്തെ പറ്റി ഏതാനും കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. ഈ ലെൻസ് എന്ന് പറയുന്നത് വളരെ സുതാര്യമാണ്, ട്രാൻസ്പെറന്റ് ആണ്. അപ്പോൾ തിമിരത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ സുതാര്യത ഉള്ള ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നത്. അത് എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്? പ്രോട്ടീൻസ് കൊണ്ടുണ്ടായിരിക്കുന്ന ഈ ലെൻസിന്റെ പ്രോട്ടീൻസിന് രൂപമാറ്റം സംഭവിച്ച് സുതാര്യത നഷ്ടപ്പെടുന്നത് മൂലം കാഴ്ച, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിനുള്ളിലേക്ക് പ്രകാശം കടക്കുന്നത് കുറയുന്നതുകൊണ്ട് കാഴ്ച കുറയുന്നു. അതാണ് തിമിരത്തിന് സംഭവിക്കുന്നത്. എങ്ങനെയാണ് തിമിരം ഉണ്ടാകുന്നത്? പ്രധാനമായും തിമിരത്തിന്റെ കാരണം എന്ന് പറയുന്നത് പ്രായമാണ്. പ്രായാധിക്യം മൂലം നമ്മുടെ കണ്ണിലുണ്ടാകുന്ന ആ ഒരു പ്രോട്ടീൻസിന്റെ ഡീജനറേഷൻ മൂലം ഈ സുതാര്യത നഷ്ടപ്പെടാം. പിന്നെയുള്ള കാരണം എന്ന് പറയുന്നത് ചില രോഗങ്ങൾ, മെയിനായിട്ടും ഷുഗർ, ഡയബറ്റീസ് മൂലം ഈ പറയുന്ന സുതാര്യത നഷ്ടപ്പെടുന്ന ഒരു പ്രക്രിയ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നത് മൂലം തിമിരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നീടുള്ള കാരണം എന്ന് പറയുന്നത് എന്തെങ്കിലും കണ്ണിൽ ക്ഷതമേറ്റ് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഉണ്ടാകുന്നതിൽ നേരത്തെ തന്നെ തിമിരം ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അൾട്രാവയലറ്റ് രശ്മികളുടെ കൂടുതലായുള്ള എക്സ്പോഷർ മൂലം തിമിരം പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. അതായത് പുറത്ത് വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതലായിട്ട് ചിലപ്പോൾ തിമിരം കൂടുതൽ പെട്ടെന്ന് വരാനുള്ള സാധ്യത കാണാറുണ്ട്. ചില മരുന്നുകളുടെ ഉപയോഗം മൂലം തിമിരം വരാൻ സാധ്യതയുണ്ട്. പ്രധാനമായും സ്റ്റിറോയിഡ് മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധാരണ പ്രായം ഉള്ളവരെക്കാളും പെട്ടെന്ന് തന്നെ തിമിരം വരാൻ സാധ്യതയുണ്ട്. എന്താണ് തിമിരത്തിന്റെ ലക്ഷണങ്ങൾ? പ്രധാനമായും കാഴ്ചക്കുറവാണ് തിമിരത്തിന് ഉണ്ടാകുന്നത്. അതായത് നമ്മൾ പൊടി പിടിച്ച ഒരു കണ്ണാടിയിലൂടെ നോക്കുന്ന പോലെയോ അല്ലെങ്കിൽ മഞ്ഞിൽ കൂടി നോക്കുന്ന പോലെയോ ഒക്കെ ആയിരിക്കും കാഴ്ച നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നീടുള്ള പ്രശ്നം എന്ന് പറയുന്നത് രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ വെളിച്ചം സഹിക്കാൻ പറ്റാത്ത രീതിയിൽ കണ്ണിലേക്ക് പോവുക, കാഴ്ച മങ്ങുക, അങ്ങനെ സംഭവിക്കാറുണ്ട്. എന്താണ് തിമിരത്തിന്റെ ട്രീറ്റ്മെന്റ്? തിമിരത്തിന്റെ ട്രീറ്റ്മെന്റ് പ്രധാനമായും തിമിരത്തിന്റെ ഓപ്പറേഷൻ മാത്രമാണ് ഉള്ളത്. തുടക്ക സമയത്ത്, അതായത് തിമിരം ജസ്റ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് കണ്ണാടികൾ യൂസ് ചെയ്ത് കുറച്ചു നാളൊക്കെ മുമ്പോട്ട് പോകാൻ സാധിക്കും. പക്ഷേ തിമിരം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേറെ മരുന്നുകളൊന്നുമില്ല. എപ്പോഴാണ് തിമിരത്തിന് ഓപ്പറേഷൻ ചെയ്യേണ്ടതെന്ന് പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ്. തിമിരം കണ്ടുപിടിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ, അതായത് തിമിരം നമ്മുടെ കാഴ്ചയെ കുറച്ചെങ്കിലും അത് കുറയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഓപ്പറേഷൻ ചെയ്താണ് ഏറ്റവും നല്ലത്. കാരണം തിമിരം ഒത്തിരി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ തിമിരത്തിന് ഓപ്പറേഷൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാലും കാഴ്ച പഴയ പോലെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ തുടക്കകാലത്ത് തന്നെ, തുടക്കത്തിലുള്ള സ്റ്റേജിൽ തന്നെ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാഴ്ച 100% തിരിച്ചു കിട്ടാൻ ഉള്ള ചാൻസസ് ഉണ്ട്. തിമിരത്തിന്റെ ഓപ്പറേഷനെ പറ്റി പറയുമ്പോൾ ഏറ്റവും പുതിയ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഫേക്കോഎമൽസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ടെക്നോളജിയാണ്. ഇതിൽ നമ്മുടെ കണ്ണിൽ വളരെ ചെറിയൊരു മുറിവ് ഉണ്ടാക്കി അതിലൂടെ ഒരു ഫേക്കോഎമൽസിഫിക്കേഷൻ മെഷീൻ ഉപയോഗിച്ച് നമ്മൾ തിമിരത്തെ പൊടിച്ചെടുത്ത് അത് റിമൂവ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലെൻസ് കണ്ണിൽ ഇംപ്ലാന്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ കാഴ്ച പഴയതുപോലെ തന്നെ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. ഇതുപോലെയുള്ള ലക്ഷണങ്ങളുള്ളവർ അല്ലെങ്കിൽ കാഴ്ചക്കുറവ് തോന്നുന്നവർ കറക്റ്റായിട്ട് ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ കാണിച്ച് നിങ്ങളുടെ കണ്ണുകളുടെ സുരക്ഷ ഉറപ്പാക്കുക. തിമിരം ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ അതിനോട് ട്രീറ്റ്മെന്റ് ചെയ്യുക. താങ്ക് യു.